ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സുസുക്കി ജിംനിയുമായിട്ടാണ്. എല്ലാവർക്കും അറിയാം, ഒരുപാട് വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു മോഡലാണ് നമ്മുടെ ഈ സുസുക്കി ജിംനി. ആക്ച്വലി ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു 3 ഡോർ വേർഷൻ ഞാൻ സൗദിയിലേക്കുള്ള ടൈമിൽ ഒരുപാട് വാഹനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് 5 ഡോർ ആയിട്ട് ആദ്യമായിട്ട് വന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത്. ആൻഡ് ഈ ഒരു ജിംനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കമ്പയർ ചെയ്യുന്നത് താറുമായിട്ടാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു പേഴ്സണലി എനിക്കിത് താറുമായിട്ട് കമ്പയർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ആൻഡ് താറ് ഒരു വേറെ സെഗ്മെൻ്റ് ഒക്കെ ഏകദേശം ഒരു 4 വീൽ ഡ്രൈവ് എന്നുള്ള സെഗ്മെൻ്റ് ആണെങ്കിലും താറ് വേറെയാണ് ആൻഡ് ജിംനി വേറെയാണ്. ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു ജിംനിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. സോ എല്ലാവർക്കും ഓട്ടോപ്രമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആക്ച്വലി നമ്മൾ ഈ ഒരു വാഹനവുമായിട്ട് നമ്മളിപ്പോൾ ഒരു ഓഫ് റോഡിങ്ങിന് വന്നിട്ടുള്ളതാണ്. ആൻഡ് നമുക്ക് ഈ ഒരു ഓഫ് റോഡിങ്ങിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു വാഹനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടു ബി ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചതാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഓഫ് റോഡ് കയറി വരുമ്പോൾ ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്ത് ഞാനൊരു സ്കിഡ് ചെയ്യാൻ പോകുന്നു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരു 1.5 ലിറ്റർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. ആക്ച്വലി ഇതൊരു AMT ആണ്. ഈ ഒരു വാഹനം ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വാഹനത്തിൻ്റെ കുറച്ച് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടുവരാം. അതൊക്കെ കാണാം. ചെറിയൊരു ഗ്രേ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ള ഗ്രില്ല്. അതിൽ തന്നെ ഒരു ക്രോം ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് നമ്മുടെ സുസുക്കിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. റൗണ്ട് ഷേപ്പിലാണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ലൈറ്റ്സ് കാണാം. ആൻഡ് ചെറിയതായ ഒരു ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. എല്ലാം ഹാലജൻ ആണ്. LED ആയിട്ട് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ആൻഡ് ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് വരുന്നതാണ്. ഒരു 3D ഡിസൈൻ എലമെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെയൊക്കെ സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. സ്കിഡ് പ്ലേറ്റ് പോലെ ഇത് എക്സ്ട്രാ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാൻ കഴിയുന്നതാണ്. അത് കമ്പനി ത്രൂ തന്നെയാണ് വെക്കുന്നത്. ആൻഡ് ഇവിടെയൊക്കെ കാണാം ചെറിയ ചെറിയ ഡിസൈൻ ട്രീറ്റ്മെന്റ് മാറിയിട്ടുള്ള ഇവിടെ ചെറിയൊരു പ്ലാസ്റ്റിക് എലമെന്റ്സ് ആണ്. ആ ഒരു ഹണി കോംബ് ഗ്രില്ല് പോലെയാണ് ഇവിടെ ഒരു ഗ്രില്ല് താഴെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെയൊക്കെ കാണാം നമുക്ക് ചെറിയൊരു ഇതൊക്കെ ഡിസൈനിന്റെ ഭാഗമായിട്ട് മാത്രം കൊടുത്ത കുറച്ച് കാര്യങ്ങളാണ്. എന്തായാലും ഭയങ്കര രസമാണ് ഈ ഒരു വാഹനം കാണാൻ തന്നെ. സൈഡിൽ കാണാൻ നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലെയുള്ള ചെറിയൊരു പാർട്ട് ഒരു മസിൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനൊരു ക്ലാഡിങ് ഉണ്ട്. അത് നമ്മുടെ വാഹനത്തിന് ചുറ്റും കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ അലോയ് വീൽസ് ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രൊഫൈല് 195, 80, 15 ഇഞ്ച് വീലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് ഇൻ ബിറ്റ്വീൻ കിട്ടുന്നുണ്ട്. ആൻഡ് ഒരു ബ്ലാക്ക് കളേർഡാണ് നമ്മുടെ മിറേഴ്സ് കണ്ടുള്ളത്. ആൻഡ് ഇവിടെയൊക്കെ നമുക്ക് വിൻഡോ ഷീൽഡ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഈ ചെറിയൊരു വെള്ളമൊക്കെ ഒഴുകി പോകാനുള്ള ചെറിയൊരു ട്രേ പോലെ അവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് പറയാം. ഇവിടെയൊക്കെ ആ ഡിസൈൻസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ആൻഡ് ഇവിടെയൊക്കെ കാണാം ആ ഡോർസിൽ ഒരു ബൾജിങ് പോലെ കൊടുത്തിട്ടുള്ളത്. ഡോർസും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കീ ഒരു പ്ലേസിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ജിംനി എന്നുള്ള ലോഗോട് കൂടിയിട്ടുള്ള ആ ഒരു പ്ലേറ്റിങ് ഒരു അലൂമിനിയം പ്ലേറ്റിംഗ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് റിയറിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡോസ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അത് ഇവിടെ വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ മാറി വരികയാണ്. ആൻഡ് ഇവിടെ ഒരു സ്പേസ് ഇല്ലാത്തത് ഒരു എന്താ പറയുക ഇവിടുത്തെ നമ്മൾ തുറക്കുമ്പോൾ കാണാൻ ചളിയും കാര്യങ്ങളൊക്കെ ഇവിടെ അടിക്കുന്നുണ്ട്. അതൊരു പ്രശ്നമാണ്. ആൻഡ് ഇവിടെ നമ്മൾ ആ ഒരു ഡിസൈൻ എലമെന്റ് അവിടെയും കണ്ടിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് നമുക്ക് ഇവിടെ കാണാം. ആക്ച്വലി അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അവിടെ ചെറിയ സ്പേസ് ആണ്, ലഗേജ് സ്പേസ് ആണ് നമുക്ക് ക്ലിയറിൽ ഉണ്ടാവുക. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക് ലാമ്പ് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ആൻഡ് ഒരു ആൻറ്റിന ഈ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ഫോഗർ ലൈൻസ് അതുപോലെ തന്നെ വൈപ്പേഴ്സ് എല്ലാം കാര്യങ്ങളുണ്ട്. ആൻഡ് ഒരു സ്പെയർ വീല് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും സ്റ്റോണിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പ്രൊഫൈല് അപ്പുറം ഭാഗത്ത് നമുക്ക് കാണുന്നുണ്ടാവുള്ളൂ. ആൻഡ് സുസുക്കി എന്നുള്ള ആ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതിനിവിടെ ഈ ഇതെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പേസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്.
ആൻഡ് ഇവിടെ ജിംനി എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ ഇവിടെ ആൾ ഗ്രിപ്പ് എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കാണാം. എന്തായാലും നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. സെൻസേഴ്സും കാര്യങ്ങളും എല്ലാം ഇവിടെയും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്താൽ ഇതാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു സ്പേസ്. ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ചെറിയ ഒരു സോക്കറ്റ്, പവർ സോക്കറ്റ് ഇവിടെ കാണാം. നമ്മൾ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഇതാണത്. 208 ലിറ്ററാണ് നമുക്കിപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ബൂട്ട് സ്പേസ്. എനിക്ക് നമുക്ക് ഈ 2 എണ്ണം മടക്കിയാലും അത്യാവശ്യം നല്ലൊരു സ്പേസ് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഈ വാഹനത്തിൻ്റെ പക്ഷെ നല്ല പവർഫുള്ളാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കിലെ ഡോറുകൾ. അതിന് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഫ്യൂൾ ടാങ്കിൻ്റെ ഓപ്പണർ വരുന്നത്. നമ്മൾ ഇവിടെ തുറന്നാൽ സ്പീക്കേഴ്സും നല്ല ഇവിടെ കാണാം. വിൻഡോ കൺട്രോളിങ് ഇവിടെയാണുള്ളത്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ഡോർ ഹാൻഡിൽസ് ഇവിടെ കാണുന്നുണ്ട്. ഞങ്ങൾ സാധാരണ നമ്മൾ നോർമൽ കണ്ടതുപോലെ തന്നെയാണ്. നമ്മുടെ ഒരു ബ്ലാക്ക്ഡ് കളേഴ്സിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് ഇവിടെയൊക്കെ ചെറിയൊരു പ്ലാസ്റ്റിക് ട്രീറ്റ്മെൻറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അതും കളർ കുറച്ച് മാറി വരുന്നത് തോന്നുന്നുണ്ട്. ആൻഡ് ഇനി കയറി ഇരുന്നാൽ അത്യാവശ്യം നല്ല ഒരു ലെഗ് സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കിട്ടുന്ന വ്യൂ ഇങ്ങനെയാണ്. മനസ്സി നല്ല സുഖമായിട്ട് കൈ ഇവിടെയും വെക്കാം, അതുപോലെ തന്നെ ഇവിടെയും വെച്ച് പോകാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇവിടെയൊക്കെ ഒരു ഗ്രാബ് ഹാൻഡിൽസ് അവിടെ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ചെറിയൊരു ഇത് നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് എന്നുള്ളൂ. ആൻഡ് ഇവിടെ നമുക്ക് കാണാം ഒരുപാട് 1, 2, 3, 4 ചാർജ് സ്ലോട്ടുകളാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇത് അലൂമിനിയം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് ആണ്. അതിൽ നമ്മൾ കുറച്ച് എയർ ഫ്രഷ്നർ വെച്ചു എന്നുള്ളൂ. ആൻഡ് ഇവിടെയൊക്കെ നല്ല ഒരു ചെറിയൊരു സ്പേസ് ഇവിടെയുണ്ട്, അവിടെയുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ലെതറൈറ്റ് സീറ്റ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. 3 പേർക്ക് ഇരിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും എന്നെപ്പോലെ ഒരാൾക്ക് ഇരിക്കുമ്പോൾ 1, 2, 3 പേർക്ക് ഇരുന്ന് പോകാം. അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വ്യൂ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ഡോർസിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ആ ഒരു ഡോർ ഹാൻഡിൽസ് വരുന്നത്. നമ്മൾ ബാക്കിൽ കണ്ടതുപോലെ തന്നെയാണ്. ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്, പക്ഷേ വാട്ടർ ബോട്ടിൽ കാര്യങ്ങളൊന്നും വെക്കാനുള്ള സ്പേസ് ഇല്ല. ഞാനിവിടെ ഒരു സ്പീക്കേഴ്സ് കാണാം. നമ്മുടെ ഡോർ ഹാൻഡിലിൻ്റെ അതവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റിയറിംഗ് വീൽ വരുന്നത് സുസുക്കിയുടെ ആ ഒരു ലോഗോ കാണാം. ഒരു ട്രൈസ്പോക്കാണ് നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗ് വീല്. ഇതിൽ നമുക്ക് ഇവിടുത്തെ കൺട്രോളിംഗ് ആണ്, ഇൻഫോർടൈൻമെൻറ്റ് കൺട്രോളിംഗ് മാത്രമാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഞാൻ കാള് അറ്റൻഡ് ചെയ്യാനുള്ള ഡിക്ലൈൻ ചെയ്യാനുള്ള സംസാരിക്കാനുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നത്. നമുക്കിവിടെ സ്പീഡോമീറ്റർ അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റിൻ്റെ വാണിംഗ് കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. നമ്മുടെ RPM ഗേജ്, മറ്റ് വാർണിങ്സിൻ്റെ കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഇവിടെ നമ്മളെ 2 വീൽ ഡ്രൈവ് അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവിൻ്റെതാണ് ഇവിടെ കാണുന്നത്. പിന്നെ താഴെ നമുക്ക് ടെമ്പറേച്ചർ കാണുന്നുണ്ട്, ടൈം കാണുന്നുണ്ട്. ആവറേജ് എക്കോണമി നിങ്ങൾ കാണുന്നുണ്ടാവും 8.4 km/L എന്നാണ് കാണുന്നത്. ഇവിടെ നമ്മുടെ ലൈറ്റ്സിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെയാണ്. ഇവിടെ നമ്മുടെ വിൻ വൈപ്പേഴ്സ് കാര്യങ്ങളെല്ലാം ആണ് അവിടെ ഉള്ളത്. ഇതാണ് നമ്മുടെ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് ഇത് വരുന്നത്. ആക്ച്വലി നമുക്കിവിടെ ടച്ച് ആണ്. നമുക്കത് കുറച്ച് കൺട്രോളിങ് നമുക്ക് ഇവിടെയും കാണുന്നുണ്ട്. നമ്മുടെ AC വെൻസിൻ്റെ കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഒരു റെക്റ്റാങ്കിൾ ആണ് ഇവിടെ. നമുക്ക് അവിടെയും ഈ സൈഡിൽ നമുക്കൊരു സർക്കിളാണ് നമ്മുടെ AC വെൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല തണുപ്പ് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. സർവാണിങ്ങിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ ആണ്. കൂൾ ചെയ്യാനുള്ളതും ഹോട്ടാക്കാനുള്ളതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏത് വേരിയൻസിൽ ഏത് മോഡിൽ വേണം നമുക്ക് AC എന്നുള്ളത് അവിടെയാണ്. ഇത് നമ്മുടെ AC കൺട്രോളിങ്ങിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെയാണ് വന്നിട്ട് നമ്മുടെ എയർ ഫ്ലോയുടേത് കണ്ടോ, ഇങ്ങനെ നീക്കാനുള്ളതാണ് വന്നിട്ടുള്ളത്. AC-യുടെ ആണ് ഇവിടെ ബട്ടൺ വന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമ്മുടെ ഫാനിൻ്റെ സ്പീഡ് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാം. നമുക്ക് വിൻഡോയുടെ ബട്ടൺസും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഡ്രൈവറുടേതാണ്, ഇത് പാസഞ്ചറുടേതാണ്. ആൻഡ് സ്റ്റെബിലൈസേഷൻ ഈ ഹിൽ കൺട്രോളിങ്ങിൻ്റെ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതിനിവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. ഒരു ചെറിയൊരു ചാർജിങ് സ്ലോട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഒരു സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഫോൺ കണക്ട് ചെയ്തിട്ടാണ്. ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ നോബ് വരുന്നത്. പാർക്കിങ്, റിവേഴ്സ്, ന്യൂട്രൽ, പിന്നെ ഡ്രൈവ്, പിന്നെ 2L, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അത് മാനുവലാക്കി കൺട്രോൾ ചെയ്യാനുള്ളതാണ്. എന്താണ് നമ്മുടെ ഓഫ് റോഡിങ്ങിന് പറ്റിയ ആ ഒരു സ്പേസ്. നമുക്ക് 2H വരുന്നുണ്ട്, 4H, അതായത് നമ്മുടെ
ഓൾ ട്രെയിൻ, അതായത് നമ്മുടെ 2 വീൽ ഡ്രൈവ്, 4 വീൽ ഡ്രൈവ് അങ്ങനെയൊക്കെ ചെയ്യാനുള്ളതാണ് ഇവിടെ. അതിനിവിടെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മുടെ പിന്നിലെ കൺട്രോളിങ്ങിനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നിലെ വിൻഡോസ് കൺട്രോൾ ചെയ്യാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വിൻഡോ ലോക്ക് അൺലോക്കിംഗ് ആണുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് നല്ലൊരു സ്പേസ് ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ചെറിയൊരു ഗ്രാബ് റെയിൽ നല്ല ഉഷാറായിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ ഓട്ടോ ട്രിമ്മിങ്, നമ്മുടെ മിറേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ വിത്ത് ഗ്ലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിത്ത് മിററാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, അവിടെയുണ്ട്. അതാണ് നമ്മുടെ ആ ഒരു ലൈറ്റ്സിൻ്റെ ഇത് വന്നിട്ടുള്ളത്. എന്തായാലും അതാണ് നമുക്കിപ്പോൾ ഈ ഒരു ജിമ്മിയുടെ ഇൻറ്റീരിയറിലെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അതാണ് നമ്മുടെ ജിമ്മിയുടെ ആ ഒരു എൻജിൻ നമുക്ക് കാണിക്കാനുള്ളത്. ഇവിടെ ഒരുപാട് സ്പേസ് ഫീൽ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. ആക്ച്വലി ഒരു 1.4 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ്. 1662 cc ആണ് ഈ ഒരു വാഹനം വരുന്നത്. 103 HP ആണ് ഈ ഒരു വാഹനത്തിന്റെ പവർ. അതുപോലെ തന്നെ 132 Nm ആണ് ഈ ഒരു വാഹനത്തിന്റെ ടോർക്കും വരുന്നത്. ആക്ച്വലി ഇതൊരു 1.5 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. 1662 cc ആണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു ക്യൂബിക് കപ്പാസിറ്റി നമുക്ക് പറയാനുള്ളത്. കമ്പനി നമുക്ക് 17 കിലോമീറ്റർ ഒക്കെ മൈലേജ് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എത്രയാണ് നമുക്കിപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ മൈലേജ് കിട്ടുന്നുള്ളത്. ഇവിടെയൊക്കെ ഡിസൈൻസിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സൗണ്ട് ഇൻസുലേഷനും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് മാത്രം സൗണ്ടും കാര്യങ്ങളൊന്നും ഈ വാഹനം നമുക്ക് ഉള്ളിലേക്ക് കേൾക്കുന്നില്ല. ഇനിയിപ്പോൾ തിരിച്ചിറങ്ങണം. സമയം ഇപ്പോൾ ഏകദേശം 9 മണിയാവുന്നു. എന്തായാലും നല്ലൊരു വാഹനം തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ചെറിയ വീട് വഴികളാണെങ്കിലും പോകാൻ പറ്റിയ വാഹനം തന്നെയാണ് നമ്മുടെ ഈ ഒരു ജിമ്നി. പക്ഷെ എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയത്, നമ്മളിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ ഈ ഭാഗത്ത് വല്ലാണ്ട് ചളി വന്ന് നിൽക്കുന്നുണ്ട്. അതൊരു പ്രശ്നം തന്നെയാണ്. അതിവിടെ നമുക്ക് കാണാം. ഇവിടെയൊക്കെ വരുന്നതാണ്. അതൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ജിമ്നിയെ സംബന്ധിച്ച്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെയാണ്. ഇനി സസ്പെൻഷൻ്റെ കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഡ്രൈവിംഗ് കംഫോർട്ടാണെങ്കിലും പിന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ മാത്രമേ ഒരു പ്രശ്നം വരുന്നുള്ളൂ. ഒരു 8.4 കിലോമീറ്റർ ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു മൈലേജ് ഉള്ളത്. നമുക്കിപ്പോൾ കിട്ടുന്നത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ സൗണ്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. 4 സിലിണ്ടറാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു എഞ്ചിന് പറയാനുള്ളത്. 1652 cc ആണുള്ളത്. കമ്പനി പറയുന്ന മൈലേജ് നമുക്ക് 16-17 പക്ഷേ റൈറ്റ് നൗ നമുക്കിപ്പോൾ ആവറേജ് ഫ്യൂൽ എക്കോണമി കാണിക്കുന്നത് 8.4 കിലോമീറ്റർ പെർ ലിറ്റർ ആണ്. നിങ്ങൾക്കറിയാലോ നമ്മളൊരു ഓഫ് റോഡ് കഴിഞ്ഞ് വരുന്നതാണ്. അത്യാവശ്യം നല്ലൊരു സ്പീഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 12 മാക്സിമം കിട്ടുന്നുള്ളൂ. പിന്നെ ഡ്രൈവിംഗ് കംഫോർട്ട് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ സ്വിഫ്റ്റ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഈ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് ആ ഒരു സീറ്റിംഗ് പൊസിഷനാണ്. ഒരു നമ്മളെ SUV ഇരിക്കുന്ന അതിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു നല്ലൊരു സീറ്റിംഗ് പൊസിഷനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടും നല്ലൊരു എന്താ പറയുക ഒരു ക്വാളിറ്റി തന്നെയാണ് നമുക്ക് മാരുതി പറയാനുള്ളത്. ഇതൊക്കെ നമ്മുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമുക്കിതിൻ്റെ 3 ഡോറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ 5 ഡോർ മാത്രമായിട്ടാണ്. 5 ഡോർ ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. അത് മറ്റൊരു കാര്യം. 2 ഗിയർ ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഒരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു AMT വരുന്നുണ്ട്. അതൊരു 4 സ്പീഡാണ് വരുന്നുള്ളത്. നമ്മളിപ്പോൾ ഓടിക്കുന്നത് ഓൾ ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ 4 വീൽ ഡ്രൈവ് ആണ്. അത് വിത്ത് ഓട്ടോമാറ്റിക് ആണ് നമുക്കതിൽ. അതുപോലെ തന്നെ നമുക്ക് 4 വീൽ ഡ്രൈവിൽ, നമുക്ക് 2 വീൽ ഡ്രൈവിൽ, നമുക്ക് ഡ്രൈവ്സ് മോഡുകൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ സെറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിനിപ്പോൾ നമ്മളിപ്പോൾ ചെറിയൊരു ഹമ്പ് പോലും നമുക്കങ്ങനെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ നമുക്ക് ഉള്ളിലേക്ക് തോന്നുന്നില്ല. അത് മറ്റൊരു കാര്യമാണ് ഈ ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം. അതിന് അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു വാഹനമുണ്ട്. പിന്നെ ലെങ്ത്തും വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അത് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെങ്കിലും അതിൻ്റെ ആ ഒരു ഫീലും കാര്യങ്ങളും നമുക്കില്ല. നമ്മളിപ്പോൾ റിയലിൽ നമ്മൾ ശ്രദ്ധിച്ചാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ലെഗ് സ്പേസും കാര്യങ്ങളെല്ലാം നല്ല ഉണ്ട്. നല്ല ഹെഡ് റൂം കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഒരു വിശേഷങ്ങൾ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനിയും ഒരുപാട് വാഹനങ്ങളുടെയൊക്കെ വിശേഷങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരും.
അപ്പോൾ അണ്ടിൽ വി മീറ്റ് അഗൈൻ, ബൈ ബൈ.